ഖബർ ജീവിതത്തെ ആനന്ദമാക്കാൻ ദീർഘമേറിയ യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ നിങ്ങളോട് പറയാൻ പോകണം. പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ വിജയമായിരിക്കും. തയ്യാറല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഖബറിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ അവിടെ വിജയിക്കാൻ വേണ്ടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സഫരീ ത്വീൽ, എന്റെ യാത്ര ദീർഘദൂരമുള്ള യാത്രയാണ്. വസാദി ഖലീൽ, ആഹാരം വളരെ കുറവാണ്. യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആഹാരം കുറവാണ്. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, കുറയ്ക്കണ്ട, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പരലോക യാത്രയ്ക്ക് നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു വലിയ നിധി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയത്തിന് മുമ്പ് ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളെ 7 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്യണം എന്ന് മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയാണ്. നമുക്ക് ആ കാര്യം പഠിക്കാം. 10 കാര്യങ്ങളെ 7 പ്രാവശ്യം വെച്ച് ചൊല്ലണം. അതിൽ ഒന്നാമത്തത് അൽ ഫാത്തിഹ. ഒന്നാമത്തത് ഫാത്തിഹയാണ്. 7 പ്രാവശ്യം ഫാത്തിഹ ഓതുക. ഒന്നാമത്തത് ഫാത്തിഹ 7 പ്രാവശ്യം. സുബഹി കഴിഞ്ഞ് സുബഹിക്ക് ശേഷമുള്ള ഔറാദൊക്കെ ചൊല്ലിയിട്ട് സുബഹിക്ക് ശേഷം ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു